കഴിഞ്ഞ ടോക്കിൻ്റെ പശ്ചാത്തലത്തിലും ഒരു സെൻറ്റൻസ് 2 സെൻറ്റൻസ് പിന്നെ ഈ ടോട്ടൽ റിട്രീറ്റിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം, ഒരു ആമുഖം പറയരുത്. ഞാൻ ധ്യാനത്തിന് അങ്ങനെ വരാനിരുന്നതാണ്, ഇങ്ങനെ വരാനിരുന്നത്, ആ ആമുഖങ്ങളൊന്നും വേണ്ട. സ്ട്രെയിറ്റ് കം ടു ദ പോയിൻറ്റ്. വേറെ ഒന്നും പറയരുത്. ഈ കഴിഞ്ഞ ടോക്കിൽ എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി. ഈ ധ്യാനത്തിൻ്റെ മുഴുവൻ വെച്ച് നോക്കുമ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ച ഇത് മാത്രം പറയാവുന്നവർ വരിക. വിശദമായിട്ട് പറയാനുള്ളവർ പിന്നെ വേറെ എപ്പോഴെങ്കിലും നമുക്ക് പറയാം. വേഗം വരിക, 2-3 പേര് വരിക. വന്നിവിടെ നേരെ നിൽക്കുകയാണെങ്കിൽ സമയം പോലും നമുക്ക് ഒരുപാട് പറയാൻ. ഇനി അഭിഷേക പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എനിക്ക് ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ സഹനം എനിക്കൊരു വലിയ ദുഃഖമായിരുന്നു. ഇപ്പോൾ സഹനം എനിക്ക് ചിരിക്കാൻ തോന്നുന്ന രീതിയിൽ സഹനത്തെ എനിക്ക് എടുക്കാൻ പറ്റും. അടുത്ത ആൾ വേഗം ലൈനിൽ വായോ. ലൈൻ പ്ലീസ് കം. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് സഹനത്തെക്കുറിച്ച് ഫിലിപ്പിയർ 1:29 പറയുന്നത് അനുഗ്രഹം എന്നല്ലത്, ബ്ലെസ്സിങ് എന്നല്ല, പ്രിവിലേജ് എന്നാണ്. അപ്പോൾ ആ പ്രിവിലേജ് ദൈവം എനിക്ക് തന്നതിനെ പ്രതി ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ മൊത്തമുള്ള പ്രത്യാശ, ഭയങ്കര പ്രത്യാശ കിട്ടി മൊത്തം ധ്യാനത്തിൽ നിന്ന്. പ്രത്യേകിച്ച് ISIS ഭീകരർ ഇനി നരകത്തിൽ പോവോ എന്നുള്ളൊരു വിഷമം വേണ്ട എന്നുള്ളൊരു ഭയങ്കര ഒരു ഇത് കിട്ടി. അവരെ സ്വർഗത്തിൽ കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി. സഹോദരിമാരെങ്കിലും വരാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ ധ്യാനത്തിലൂടെ ഏറ്റവും വലിയൊരു ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളുടെ ഉള്ളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രവർത്തിക്കാത്തതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള പരിസയ മനോഭാവമാണെന്നൊരു വലിയ കാഴ്ചപ്പാട് കിട്ടി. അതുപോലെ തന്നെ ഈശോയുടെ സഹനത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈശോ എന്നെ ഒറ്റയ്ക്കാക്കിയതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഈശോയെ ആശ്വസിപ്പിക്കാൻ ഈശോ നേരെ ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലായി. ഈശോയെ നന്ദി. സഹോദരിമാരും വേണ്ടേ? ഞാൻ ഒരൊറ്റ സെൻറ്റൻസേ പറയുന്നുള്ളൂ. ഈ ധ്യാനത്തിൽ കൂടെ ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള ഒരു ഉൾക്കാഴ്ച, വാത്സല്യത്തോടെ പിതാവെന്ന് വിളിക്കാനായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളതും ഇതുതന്നെ. നമ്മളിലുള്ള ഈ പരിസയ മനോഭാവത്തെ തിരിച്ചറിയുകയും അവനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് ദൈവമായിട്ട് കൂടുതൽ വളരാൻ പറ്റും. പിന്നെ എനിക്ക് കിട്ടിയ ബോധ്യം, കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയ ബോധ്യം എന്ന് വെച്ചാൽ, നമുക്ക് കുരിശുകൾ ഉണ്ടാക്കുന്നവരുടെ പിന്നാലെ പോയി ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ കുടുങ്ങിയ ഒരാളാണ്. അതിൻ്റെ പിന്നാലെ പോകാതെ കർത്താവിൻ്റെ പിന്നാലെ പോകാനുള്ള ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. കാരണം ജീവിതത്തിൽ സഹനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്നേഹിക്കാൻ പറ്റില്ല കുരിശനെ. ആദ്യമായിട്ട് കുരിശനെ സ്നേഹിക്കാൻ പറ്റില്ല. സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുന്ന വലിയൊരു അനുഭവം, അതോടുകൂടി 1 മണിക്കൂറെടുത്ത് ചെല്ലാനുള്ളൊരു വലിയൊരു അനുഭവം. അതിൻ്റെ കൂടെ തന്നെ സഹനം ഈസ് ഈക്വൽ ടു ദൈവനീതി എന്നുള്ളൊരു ഉൾക്കാഴ്ച. ആരെങ്കിലും ഉണ്ടോ സഹോദരിമാരിൽ നിന്ന് വരാം? മൊത്തത്തിൽ എനിക്ക് ഒത്തിരി അനുഭവമായ ഒരു കാര്യം വെച്ചാൽ, ഞാൻ വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഈശോയെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് സ്പിരിച്വൽ ഡ്രൈനസ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ഈ രാത്രിയോട് സംഭാഷണം അതാണെന്ന് വന്നപ്പോൾ തന്നെ ആ ഒരു കൺവിക്ഷൻ കിട്ടി. ദാറ്റ് വാസ് ഗ്രേറ്റ് ഫോർ മീ. ബിക്കോസ് ഞാനിങ്ങനെ ഈശോയെ കിട്ടാത്തത് എൻ്റെ കുറവ് അതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടുന്നത്. ഇങ്ങനെ കുറേ നാൾ സങ്കടപ്പെട്ടു. പിന്നെ അത് ഒരു സ്പിരിച്വൽ ഫേസ് ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരുന്നു. എന്താണെങ്കിലും അതിനൊരു വലിയൊരു ആൻസർ ആയിരുന്നു ഈ ഒരു ബോധ്യം. ആ അന്ധകാരത്തിൽ ശരിക്കും ഈശോ തന്നെ ആണെന്നുള്ളൊരു ബോധ്യം കിട്ടി. ഈ സഹനത്തെ പറ്റിയാണെങ്കിൽ ഒരു കാര്യം ഇങ്ങനെ കാണുമായിരുന്നു. നമ്മൾ അവസാനം പ്രൈസ് ചെയ്തപ്പോൾ, അതായത് ജൂഡാസ് പോയി ആ ഹൈ പ്രീസ്റ്റിൻ്റെ അടുത്ത് ഈശോയെ ഒറ്റിക്കൊടുക്കാമെന്ന് എഗ്രി ചെയ്യുക. അപ്പോൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയ്ക്ക് അറിയാമായിരുന്നു അപ്പോൾ അതാണ് യൂദാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ പലതും അറിയും, പക്ഷേ ഈശോയ്ക്ക് അത് അറിയാമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ സഹനത്തിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ സഹനം എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് വലിയൊരു ബോധ്യം കിട്ടി. കൂടാതെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കാരണം ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ പോകില്ലെന്ന്. പക്ഷേ എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന്, നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുന്നുള്ള വലിയൊരു ഉറച്ച വിശ്വാസം കിട്ടിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ 4 ദിവസമായിട്ട് ബ്രദറിൻ്റെ ധ്യാനം ഒത്തിരി എനിക്ക് അനുഭവം തന്നിരുന്നു. പക്ഷേ ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വേർഡ് ഇന്ന് രാവിലെയാണ്. ബ്രദർ ഫോളോ മീ എന്ന് പറഞ്ഞ ആ വേർഡ് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ ഈശോയോട് എപ്പോഴും ഞാൻ പറയായിരുന്നു ഫോളോ മീ. പക്ഷേ അപ്പോൾ
ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം ഈശോ അവിടെ തന്നെ ഉണ്ട്, ഞാൻ മുന്നേ പോയി, ഞാൻ പിന്നെ തിരിച്ചു വരും, ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഈശോ എന്നോടാണ് പറഞ്ഞ് ഫോളോ മീ എന്ന്. വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ 4 ദിവസത്തെ ധ്യാനത്തിൽ ആദ്യം അച്ഛനിലൂടെ എല്ലാം ഡാനിയൽ അച്ഛനിലൂടെ ഞാൻ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബൾബ് കത്തിയത് ഇന്നലെ മുതലാണ്. എനിക്ക് ആ ഒന്ന് മിന്നിത്തിളങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആളി കത്തിയത് ഇന്നലെ തൊട്ടാണ്. പിന്നെ മരിച്ചവരെല്ലാവരും ഓർത്തിട്ട് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ആ ക്ലാസ്സും കൂടി കഴിയുമ്പോൾ ശരിക്കും അവർ സ്വർഗത്തിലേക്ക് എത്തുന്നു. ഞങ്ങളുടെ ആ വിശ്വാസമാണല്ലോ അവരെ എത്തിക്കുന്നത്. അവരാരും പുറത്തില്ല, എല്ലാവരും സ്വർഗത്തിലുണ്ടെന്നുള്ള വിശ്വാസം എന്നെ വർദ്ധിപ്പിച്ചു. വിഷയം നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈ ധ്യാനം ഇന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുണ്ട്. പിന്നെ സഹനവും സ്നേഹവും ഒരു നാണയത്തിന് 2 പുറമാണെന്ന് മനസ്സിലായി. വേറൊന്ന്, സാത്താനെ തിന്മ ചെയ്യാൻ അനുവദിക്കുന്നത് അതിൽ നിന്ന് നന്മ ഉളവാവും. അത് വലിയൊരു അറിവാണ്. പ്രൈസ് ഗോഡ്. എനിക്ക് ബ്രദറിലൂടെ ഈശോ ഒരു കള്ളനെ കണ്ടുപിടിക്കാൻ സഹായിച്ചു. അത് ആ ട്രയാങ്കിളിലെ ആ തേർഡ് പാർട്ടിയാണ്. ജീസസ്, പാപി, ഇവരെ രണ്ടിനെ നമുക്കറിയാം. 3ാമത്തെ കള്ളനായിരുന്നു ഫാരിസി. അത് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടുപിടിക്കാൻ ഈശോ സഹായിച്ചു. ഇനി മുമ്പോട്ട് പോകും. അടുത്തത് എന്താ, ഇത് മൊത്തത്തിൽ വന്നതിൽ ഈ ഫാരിസിയുടെ കൂടാതെ നീതി, തമ്പുരാൻ്റെ നീതി, ദൈവനീതി, ദൈവനീതി, ഇതുപോലെ എന്നെ വിഷമിപ്പിക്കുന്ന അവനും കൂടെ വേണ്ടി ക്ഷമ ചോദിക്കാനുള്ള ഒരു ഗ്രേസിലോട്ട് ഈശോ ഉയർത്തി. താങ്ക് യു ജീസസ്. എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, സഹനത്തെ ജ്ഞാനമില്ലാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന് ബ്രദർ പറഞ്ഞത്. അപ്പം ആ സഹനം ഈശോയോടെ ആകുമ്പോൾ എത്ര മനോഹരമാണെന്നുള്ളത് മനസ്സിലായി. ഉൾക്കാഴ്ച കിട്ടിയത് പഴയ തോൽക്കട ഉപേക്ഷിക്കണം, പുതിയ ഒരു തോൽക്കടത്തിന് ആകണമെന്നുള്ള വലിയ ബോധ്യം, രൂപാന്തരപ്പെടണം എന്നുള്ള വലിയ ആഗ്രഹം, എന്നിലുള്ള ഫരിസേനെ പുറത്തു കളയണം എന്നുള്ള തീരുമാനം. താങ്ക് യു. കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞിരുന്നൊരു പ്രോമിസായിരുന്നു, ബൈബിൾ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാമെന്നുള്ളത്. അതൊന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്നാണ് ഇനി പറയാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കണം.